ആ അമ്മേ നിമ്മി ഒന്നിങ്ങ് വന്നേ. ഏട്ടാ അതെ, നമ്മൾ ജോസേട്ടൻ ടൗണിൽ പുതിയ കട ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ 2 സാരി മേടിച്ചിട്ടുണ്ട്. നീയും അമ്മയും കൂടി നോക്കിയിട്ട് എടുത്തോ. സാരിയാ? ആ അടിപൊളി സാരിയാന്നല്ല. ഇത് എനക്ക് മതി, ഇത് അമ്മ എടുത്തോ. എടാ നിന്റെ ഏച്ചിക്ക് ഇത് നല്ല രസമുണ്ടാവും. അവൾ അന്നേ പറയുന്ന അവൾക്ക് ഒരു കല്യാണം ഉണ്ട്, അത് നല്ല രസമുണ്ട്, അവൾക്ക് നല്ലോണം ചേരുവാ സാരി. ഇതൊന്ന് ഏച്ചിക്ക് കൊടുക്കേ, അവൾ അടുത്താഴ്ച വരുമല്ല. ഈ അമ്മേൻ്റെ ഉള്ളൊരു കാര്യം ഓടണേ, നമുക്ക് വേറെ മണിക്കാം. ഓക്കെ സാരൂല, എനിക്കിപ്പോൾ ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്കിനി പിന്നെ വാങ്ങാം. ഏട്ടാ നേരത്തെ കൊണ്ടുവന്ന സാരി നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഏട്ടാ. നീ അത് വിട്, അതവരെ എടുത്തോട്ട്. അമ്മേൻ്റെ സ്വഭാവം നിനക്കറിയുന്നല്ലേ. ഒന്ന് വേഗം നിന്ന് റെഡിയാവട്ടെ. നിന്റെ ഒരിക്കൽ കഴിയുമ്പോഴേക്കാണ് സിനിമ കഴിയും. സിനിമക്ക് നിങ്ങളെ വിട്ട തന്നെ. ആ ഞാൻ റെഡിയാവുന്നുണ്ട്. എത്ര നാളായി നമ്മളൊന്ന് പുറത്തു പോയിട്ട്. ഇപ്പൊ റെഡിയാവേ? എന്നാ പിന്നെ നീ വേഗം റെഡിയാവ്, ഞാൻ അപ്പുറത്ത് വെച്ച. ഓക്കെ. എടാ മോനെ ഒന്നേടാ നിന്നേ. ആ എന്നാണേ നിന്റെ ഏച്ചി വിളിച്ചിനി, ഓളിപ്പ് ഇങ്ങോട്ട് വരുന്നുണ്ടോലും. നീ പോയിട്ടൊന്ന് അവളെ കൂട്ടിയിട്ടുണ്ടെന്നേ. അല്ലമ്മേ, ഞാനൊന്ന് സിനിമക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നേനു. ആരാ അളിയനില്ലേ? അളിയൻ കൊണ്ടാക്കൂലേ ഓളാ? ഞാൻ തന്നെ പോണം കൂട്ടാൻ വേണ്ടിട്ട്. ഓനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എനിക്ക് പോയാ പോരെ? അല്ലമ്മേ, രാത്രി ഒന്നും അല്ലല്ല, ഓക്ക് ബസ്സിന് വന്നാ പോരെ. എപ്പോ ഈ കാർ എടുത്തിട്ട് തന്നെ ഓളെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുന്ന നിർബന്ധം. അങ്ങനെയാണെങ്കിൽ അളിയനോട് കൊണ്ടാക്കാൻ പറ. നീ എന്നിത് പറയണം. നിനക്കല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ അമ്മേനെയും വേണ്ട ചേച്ചീനെയും വേണ്ട. ഓ തുടങ്ങി. അതെന്നാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ ഈ വീട്ടിലെ എല്ലാ കാര്യവും ചെയ്തിരുന്നില്ലേ? ആയിക്കോട്ടെ, ഇനി അതിനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നോളാം. എന്നോടാ കളി. അമ്മേ, അല്ല മോളെ, നീ നല്ലോണം ക്ഷീണിച്ചല്ല, ഒന്നും കഴിക്കലില്ലായിരുന്നേ. അത് നമുക്ക് തോന്നുന്നതാണ്. എനക്ക് അവിടെ പരമസുഖാണ്. മോളെന്താ കഴിച്ചനാ? നല്ല ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല വിശപ്പുണ്ട്. ബാ. ആ ഇത് നിമ്മിക്കൊരു ഫോണാപ്പാ. അവളെ ഫോണ് പൊട്ടിയിട്ട് കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പുതിയ ഫോൺ മേടിച്ച. അമ്മ നോക്കി, മൊബൈൽ ഫോൺ പോലും. ആ ഫോണിന്റെ കാര്യം ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. നിമ്മി, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഫോൺ. ഫോണാ? എത്ര കാലമായി ഞാൻ പൊട്ടിയ ഫോണും കൊണ്ട് നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊന്ന് വാങ്ങാൻ തോന്നിയല്ല. അടിപൊളി ഫോണാന്നിട്ടാ. ആഹാ, നല്ല ഫോണാന്നല്ല മോളെ. ഇത് നീ നോക്കിയേ, ഒരു ഫോൺ വേണം അന്നേ നീ പറഞ്ഞിട്ടില്ലേ? അല്ലമ്മേ, നിങ്ങൾ ഇത് എന്ത് ഉദ്ദേശിച്ചിട്ടാ? ഞാൻ നോക്ക് മേടിച്ചു കൊടുക്കുന്നതെല്ലാം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ മോക്ക് എടുത്തു കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെ പെരുമാറാൻ ഓള് നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ശരിയാവെന്ന് വെച്ചിട്ടാ ഞാൻ ഒന്നിനും ഇതുവരെ എതിർത്ത് പറയാതിരുന്നേ. നീ എന്ന് മുതലാടാ എന്നോട് ഇങ്ങനെയല്ല സംസാരിക്കാൻ തുടങ്ങിയത്? നീ എന്ത് കൈവശാടി അവന് കൊടുത്തത്? നീ വീണ്ടും നിങ്ങൾ ഓളെ മേൽക്കിട്ട് കയറണ്ട. എന്നാ മേടിയ ഒരു പ്രശ്നം? നീ മിണ്ടിപ്പോകരുത്. നീ ഒരു പെണ്ണല്ലേ. എന്നെങ്കിലും ഈ അമ്മക്ക് ഇവളോടുള്ള പെരുമാറ്റം മാറ്റാൻ നീ ശ്രമിച്ചിട്ടുണ്ടാ? അതെങ്ങനെയാ? നിനക്ക് നല്ല സുഖല്ലേ? മതി, നിർത്തിക്കോ. നാളെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. എന്നെങ്കിലും നിങ്ങളുടെ ഈ ദുഷിച്ച മനസ്സ് മാറുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് വീണ്ടും കാണാം. പടി. മരുമക്കളെ ശത്രുക്കളായി കാണുന്ന ഒരുപാട് വീടുകളുണ്ട്. പലതിനും കുറ്റപ്പെടുത്തിയും താരതമ്യപ്പെടുത്തിയും അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ തൻ്റെ മക്കളെ വളർത്തിയതിനേക്കാളും ഒരു പടി മേലെ മറ്റൊരു വീട്ടിൽ ഒരച്ഛൻ്റെ അമ്മയുടെയും രാജകുമാരി ആയിട്ടാണ് അവരും വളർന്നതെന്ന് ആരും ഒരിക്കലും ഓർക്കാറില്ല. കല്യാണം കഴിഞ്ഞു വരുന്ന പെണ്ണിനെ സ്വന്തം മകളെ പോലെ കാണാനും സ്നേഹിക്കാനും പഠിച്ചാൽ ഏറ്റവും മനോഹരമായൊരു ജീവിതം തന്നെ നമുക്ക് കെട്ടിപ്പടുക്കാം.